ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ഒരു എന്തിൻ്റെതാണെന്നറിയില്ല, കോൺക്രീറ്റ് പാളികളുടെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന താൽക്കാലിക ഷെഡിൻ്റെയോ മറ്റു ഉപകരണങ്ങളുടെയൊക്കെ വലിയ പാളികൾ വെള്ളമൊഴുക്കിലേക്ക് നിൽക്കുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വടം കെട്ടിയാണ് ഉദ്യോഗസ്ഥർ അവിടെ ഇറങ്ങി നിൽക്കുന്നത്. അവിടേക്കൊക്കെ ആരെങ്കിലും വീണു പോയിട്ടുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. മുബഷീർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, എന്തൊക്കെയാണ് ആ കുത്തൊഴുക്കിലേക്ക് വന്ന് നിൽക്കുന്നത് എന്നത് പോലും കണ്ടാൽ മനസ്സിലാകുന്നില്ല. ഈ അരയൊപ്പം വെള്ളത്തിലാണ് ഉദ്യോഗസ്ഥർ ഇറങ്ങി നിൽക്കുന്നത്. നല്ല ഒഴുക്കുമുണ്ട്. അതേ മധു, നല്ല ഒഴുക്കുണ്ട്. ഈ മഴ വീണ്ടും പെയ്യുകയാണെങ്കിൽ ഈ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗത്തുനിന്ന് മണ്ണ് ഇങ്ങോട്ടേക്ക് ഒലിച്ചിറക്കുന്ന സാഹചര്യമുണ്ട്. മഴ വർദ്ധിക്കുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തെ അത് കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ്. നിലവിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ആ കോൺക്രീറ്റ് തിട്ട മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മണ്ണിനടിയിൽ നിലവിൽ 5 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആ ലേബർ ക്യാമ്പുകളോട് ചേർന്ന മേഖല, അവിടെ നിന്നാണ് പൂർണ്ണമായിട്ടും മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പാത ഇപ്പോഴും ശരിയാക്കിയെടുക്കാൻ, പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ULCCSന്റെ ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പാതയോട് ചേർന്ന് കിടക്കുന്നത്. അതായത് പാലത്തിന്റെ നമുക്ക് ഒന്ന് ക്യാമറമാനോട് പറയൂ ബഷീർ, അവിടെ ആ രക്ഷാപ്രവർത്തനം നടക്കുന്നിടത്തേക്കും തന്നെ നമുക്ക് പോകാമെന്ന് തോന്നുന്നു. നിലവിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം എന്ന് തോന്നുന്നു. അവിടുത്തെ മൺകൂനകൾ മാറ്റാനുള്ള നിരന്തരമായ ശ്രമം, മണിക്കൂറുകളായി 5 മണിക്കൂറോളമായി വലിയ മൺകൂനകൾ പല സമയത്തായി മാറ്റുകയാണ്. അവിടെ റോഡ് കുറച്ചുകൂടി പാലത്തിന് മുകളിലുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ. അവിടെ ഒരുപാട് JCBകൾ വെച്ചുകൊണ്ടുള്ള ശ്രമമാണ് തുടരുന്നത്. ഊരാളുങ്കലിൻ്റെ അടക്കം വലിയ JCBകൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ വീണ്ടും നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ആ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൻ്റെ അടുത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ അവിടേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തുകയാണ്. പക്ഷേ അവിടെ നിന്ന് കാണാമല്ലേ, വ്യക്തമായി കാണാമല്ലേ, ആ മരങ്ങളൊക്കെ വന്ന് കിടക്കുന്നിടത്ത് ഇറങ്ങി പരിശോധിക്കുകയാണ്. അതെ മധു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പുഴയോട് ചേർന്ന ഭാഗത്തേക്ക് ഇറങ്ങി ശരീരത്തിൽ കയറൊക്കെ തന്നെ കെട്ടി സുരക്ഷിതമായി പുഴയോട് ചേർന്ന ഭാഗത്തേക്ക് ഇറങ്ങി അവിടെ തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ വെള്ളത്തിലോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങി തിരച്ചിൽ നടത്താൻ സാധിക്കില്ല. അത്രയധികം കുത്തൊഴുക്കുണ്ട്, ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷിത മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ താഴേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള സഹായത്തോടു കൂടിയാണ് ഈ പുഴയോട് ചേർന്ന ഭാഗത്ത് അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ നിൽക്കുന്ന മേഖലയോട് ചേർന്നൊരു പച്ച നിറത്തിലുള്ളൊരു ഉപകരണം കാണാൻ സാധിക്കും. പക്ഷേ ഒരു നേരത്തെ തെറിച്ചുപോയ ഹിറ്റാച്ചിയുടെ വാഹനത്തിലുണ്ടായിരുന്ന വസ്തുവാണ് എന്ന് വേണം കരുതാൻ മാധു. അതിൻ്റെ ഒരു അവശിഷ്ടമാണത്. ആ ഭാഗത്തേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. അതിനോട് ചേർന്ന മേഖലയിൽ നിന്നുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങിക്കൊണ്ട് അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജലനിരപ്പ് ഉയർന്നാൽ, ഇതിലധികം ഉയർന്നാൽ അത് കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കും. ഈ മുകൾ നിലയിൽ ഉൾപ്പെടെ വന്നു നിൽക്കുന്ന മൺതിട്ടകൾ താഴേക്ക് അടർന്നു വീഴും. അത് സ്വാഭാവികമായിട്ടും മണ്ണൊലിപ്പിന് കാരണമാകും, മണ്ണിടിച്ചിലിന് കാരണമാകും. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം രക്ഷാ ദൗത്യത്തെ. എന്തായാലും വെള്ളത്തോട് ചേർന്ന ഭാഗത്ത് മഴ പെയ്യുന്നതാണ് കാര്യമായി തന്നെ ബാധിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുഴയിലേക്ക് ഇറങ്ങി ആ കയറ് പിടിച്ചുകൊണ്ട് ആ മൺകൂനയോട് ചേർന്ന ഭാഗത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പരിശോധന നടത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കടാവർ നായകൾ ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന മേഖല സ്പോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് വലിയ രീതിയിൽ മണ്ണടിഞ്ഞു കൂടിയത് തന്നെയാണ്. 2 ആൾപ്പൊക്കത്തിലൊക്കെ തന്നെ മണ്ണടിഞ്ഞു കൂടി കിടക്കുന്നത് കേവലം 2 or 3 ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല. കൂടുതൽ ഹിറ്റാച്ചികൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുന്നുമില്ല. കാരണം അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന റോഡ് പൂർണ്ണമായിട്ടും മൺതിട്ട കൊണ്ട്, ഈ കോൺക്രീറ്റ് പാളികൾ കൊണ്ട് അടഞ്ഞു പോയിട്ടുണ്ട്. ആ കോൺക്രീറ്റ് പാളികൾ അവിടെ നിന്ന് മാറ്റി മൺതിട്ടകൾ മാറ്റിയാൽ മാത്രമേ ഹിറ്റാച്ചികൾക്ക് പോലും ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ സാധിക്കൂ. കൂടുതൽ ഹിറ്റാച്ചികൾ എത്തിച്ചാൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഉദ്യോഗസ്ഥർ ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ളൊരു തെരച്ചിലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിലേക്ക് ഉൾപ്പെടെ പോയിക്കൊണ്ടുള്ളൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ലേബർ ക്യാമ്പ്, ഈ ജീവനക്കാർ താമസിച്ചിരുന്ന ആ ലേബർ ക്യാമ്പിനോട് ചേർന്ന പാതയായതുകൊണ്ട് തന്നെ അതിനിടയിൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ആ മൺതിട്ട മാറ്റുന്നതിനിടയിൽ താഴ്ഭാഗത്തേക്ക് മണ്ണ് അടർന്നു വീഴുന്ന കാഴ്ച ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. മഴ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായി തന്നെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതാണ് മാധു. കാരണം വാഹനങ്ങൾ ഈ മൺതിട്ട ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടേക്ക്
എത്തേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. അത് വലിയ ദുഷ്കരമായി തന്നെ ഇത് മാറുന്നു എന്നുള്ളതാണ്. ഇങ്ങോട്ടത് പാൻ ചെയ്താൽ എനിക്ക് തോന്നുന്ന ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റിൻ്റെ കഷ്ണം ആ പാലത്തിൽ നിന്നും ഒരു ഭാഗത്തേക്ക് മാറ്റുന്ന കാഴ്ചയാണ്. പുഴയോട് ചേർന്ന ഭാഗത്തേക്ക് മാറ്റിയിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതാ ഇപ്പോൾ പുഴയുടെ ഒരു ഭാഗത്തേക്ക് അത് മാറ്റിയിടാൻ ശ്രമിക്കുന്നുണ്ട്. ആ റോഡ് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ JCB ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കൂ. 2-3 JCBകൾ ഒരുമിച്ച് അവിടെ ഈ കടാവർ നായകൾ സ്പോട്ട് ചെയ്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണെടുത്ത് നീക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ വളരെ വേഗത്തിൽ തുടരുകയാണല്ലോ. അത്രമേൽ മണ്ണ് അവിടേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 4-5 മണിക്കൂറായിട്ട് അത്രയും JCBയും ഒക്കെയായി ആ മണ്ണൊന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണ് മുബഷീർ. അത് ഇപ്പോഴും അത് പകുതി പോലും ആയിട്ടില്ല. അതേ മാധു, പകുതി പോലും ആയിട്ടില്ല. മൺതിട്ടകളുടെ കൂടെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തെ തന്നെ ദുഷ്കരമായി ബാധിക്കുന്നത് കോൺക്രീറ്റ് പാളികളാണ്. ഭാരമേറിയ കോൺക്രീറ്റ് പാളികൾ. ഒരു പക്ഷേ ഈ തുരങ്കപാതയുടെ ഭാഗമായി അവിടെ നിർമ്മിച്ചു വെച്ച കോൺക്രീറ്റ് കഷ്ണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അത് പൂർണ്ണമായിട്ടും ഒലിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാണ്, പാലത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് നീക്കം ചെയ്യുന്നതിനാണ് വലിയ പ്രയാസം നേരിടുന്നത്. അത് നീക്കം ചെയ്തൊരു ഘട്ടത്തിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും മൺതിട്ടകൾ അവിടെ എന്താ പറയുക 2 ആൾ പൊക്കത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാലത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്തെ മൺതിട്ടകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്താൽ മാത്രമേ ഈ കാണുന്ന JCB ഉൾപ്പെടെ ഹിറ്റാച്ചിക്ക് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കടന്നു പോകാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ കടാവർ നായകൾ സ്പോട്ട് ചെയ്ത ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ പോലും നടത്താൻ സാധിക്കൂ. നേരം വൈകിയിട്ടുണ്ട്. നേരെ പക്ഷേ ഇരുട്ടിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തെ അത് ദുഷ്കരമായി ബാധിക്കും. അതിനിടയിൽ മഴ കൂടി പെയ്താൽ വലിയ പ്രതിസന്ധി പ്രയാസം നേരിടുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് എത്തിക്കേണ്ടത്, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് മാധു. കാരണം മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനം ഇവിടെ തുടരുകയാണ്. ഒരു തരത്തിലും ആ പാത പുനഃസ്ഥാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. കാരണം ഈ തുരങ്കപാതയുടെ ഭാഗമായി അവിടെ നിർമ്മാണത്തിലുണ്ടായിരുന്ന ഈ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മൺതിട്ടകളാണ് ഇങ്ങോട്ടേക്ക് ഒലിച്ചു വന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മസ്ജിദൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായ അതിൻ്റെ അവശിഷ്ടം പോലും കാണാത്ത രീതിയിൽ മൂടിപ്പോകണമെങ്കിൽ അത്രയധികം ആഴത്തിൽ അത്രയധികം വ്യാപ്തിയിൽ മണ്ണ് ഇങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. വലിയ ഭാരമേറിയ ലോറിയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർന്ന് തരിപ്പണമായി ഇങ്ങോട്ടേക്ക് തെറിച്ചു വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്നാണ്. അതുതന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നത്. ഈ ഭാഗം ഇങ്ങനെയൊന്നും തന്നെ ആയിരുന്നില്ല. ഇതിൻ്റെ മുൻപത്തെ ദൃശ്യങ്ങൾ ഒരു പക്ഷേ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഈ മേഖലയിലേക്ക് വിനോദസഞ്ചാരികളൊക്കെ കടന്നു വരുന്നു. ഈ പാതയിലൂടെയായിരുന്നു ചൂരൽമല ഉൾപ്പെടെയുള്ള മുകൾ ഭാഗത്തുൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റിസോർട്ട് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയിരുന്നത്. സ്വാഭാവികമായിട്ട് അതിജീവനത്തിൻ്റെ പാതയിൽ അവർ തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത്. ആ മനുഷ്യരുടെ വേദന മനസ്സിലാക്കാത്ത അശാസ്ത്രീയമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരാണ് അനുമതി നൽകിയത് എന്നുള്ളത് തന്നെയാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇതിന് ഉത്തരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഉയർന്നു കഴിഞ്ഞു. കാരണം ചൂരൽമല ദുരന്തത്തിൽ ഈ ദുരന്തം നേരിട്ട ഇരകൾക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്ന വാദങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്തുണ്ട്. അവരുടെ പുനരധിവാസമൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. അതിനിടയിൽ കൂടിയാണ് അവരുടെ പ്രദേശത്തോട് ചേർന്ന മറ്റൊരിടത്തു കൂടി ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധവ്, ഇനി ഇവിടെ താമസിക്കുന്ന മനുഷ്യരുടെ ആശങ്ക തന്നെയാണ്. ഒരു ഭാഗത്ത് ചൂരൽമല ദുരന്തത്തിൻ്റെ വലിയ രീതിയിലുള്ള വേട്ടയാടലുണ്ട്. അതോടൊപ്പം ഇനിയും നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ തുരങ്കപാതയുടെ നിർമ്മാണം അത് സുരക്ഷിതമാണോ എന്നൊരു ചോദ്യവും അവരുടെ മുമ്പിൽ നിഴലിച്ചു നിൽക്കുന്നത്. അതിന് മറുപടി പറയേണ്ടത് അധികൃതരാണ്. ഇവിടെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തുള്ള കരാർ കമ്പനിയാണ്. കരാർ കമ്പനിക്ക് മാത്രമാണോ വീഴ്ച സംഭവിച്ചത്, അതോ ഇത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു മൗനാനുവാദം ഉയർന്ന തലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ലഭിച്ചിരുന്നു എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത്. അല്ലാത്ത പക്ഷം ഇത്രയധികം വലിയൊരു അപകടത്തിലേക്ക് ഇത് എത്തില്ല എന്നുള്ളത് ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചോദ്യം നിരന്തരം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളതാണ്